ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അത് കുഞ്ഞുവാവി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു 15 കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. അത് കുറേയധികം കിടിലൻ ടിപ്സാണ് കേട്ടോ. അത് നിങ്ങൾക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ്, ബേബീസിൻ്റെ ഓരോ കാര്യങ്ങളും ഫസ്റ്റത്തെ കുറച്ച് ആഴ്ചകൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാക്കിംഗ് ആപ്സ് യൂസ് ചെയ്യാം. കുഞ്ഞിൻ്റെ സ്ലീപ്പിങ്, അതുപോലെ തന്നെ മോഷൻ പാസ് ചെയ്യുന്നത്, കുഞ്ഞ് എപ്പോഴൊക്കെയാണ് ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാം. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ പെട്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഓരോ കുഞ്ഞുവാവയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കുഞ്ഞിനെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ അമ്മയ്ക്കും സാധിക്കും. ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുവാവ ഓരോ സമയത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്, ശാഠ്യം പിടിക്കുന്നത് തുടങ്ങിയതൊക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ്, ബേബി ക്ലോത്ത്സ്. ബേബി ക്ലോത്ത്സ് വാങ്ങരുത്. കുഞ്ഞുവാവി ഉണ്ടാവുന്നതിന് മുമ്പ് അതൊന്നും വാങ്ങി വെക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ബേബി ക്ലോത്ത്സ് വാങ്ങിയാൽ അത് യൂസ് ആവില്ല, പെട്ടെന്ന് ചെറുതായി പോകും തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ കുഞ്ഞുവാവി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ബേബി ക്ലോത്ത്സ് വാങ്ങി ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ വാവി ഉണ്ടായ പാടും തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്ലോത്ത്സ് വാങ്ങണ്ട എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. ശരിയാണ്, അത് പെട്ടെന്ന് ചെറുതായി പോകും. പക്ഷേ എന്നാൽ കുഞ്ഞുവാവകൾക്ക് ഒരുപാട് ക്ലോത്ത്സിൻ്റെ ആവശ്യമുണ്ട്. അവർ ഇടയ്ക്കൊക്കെ ഛർദ്ദിക്കും, അതുപോലെ തന്നെ മോഷൻ പാസ് ചെയ്യും, ചിലപ്പോൾ പീ ചെയ്യും. അപ്പോൾ പലപ്പോഴും ഇത് ഡേർട്ടി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുവാവേൻ്റെ ഡ്രസ്സ് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒത്തിരി ഡ്രസ്സിൻ്റെ ആവശ്യം വരും. തേർഡ് ടിപ്പ്, റോംബേഴ്സ് വാങ്ങുക എന്നുള്ളതാണ്. റോംബേഴ്സ് അടിപൊളിയായിട്ടുള്ളൊരു ക്ലോത്ത് ഓപ്ഷനാണ് കേട്ടോ. അതായത് രാത്രി സമയത്ത് കുഞ്ഞുവാവേനെ റോംബേഴ്സ് ഇടിച്ച് കിടത്തുകയാണെങ്കിൽ അവരുടെ ഫുൾ ബോഡി കവറായി കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞുവാവയ്ക്ക് തണുക്കുകയില്ല. അതുപോലെ തന്നെ സിബുള്ള റോംബേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുഞ്ഞുവാവേൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ബട്ടൺസ് ഉള്ള റോംബേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ ടിപ്പുണ്ട്. റോംബേഴ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് നീളം പറ്റാതെ വരും. അതായത് കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് ചിലപ്പോൾ റോംബേഴ്സിൻ്റെ നീളം പറ്റാതെ വരും. അപ്പോൾ ഞാൻ റോംബേഴ്സിൻ്റെ ആ ഏറ്റവും എൻഡിലുള്ള സോക്സ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയും. അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിൻ്റെ കാൽ അതിലൂടെ കയറ്റിയിട്ട് അതൊരു ഫുൾ ഡ്രസ്സായിട്ട് തന്നെ നമുക്ക് പിന്നെയും കുറച്ച് നാളും കൂടെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ റോംബേഴ്സ് അധിക ചിലവാണ്, അധിക നാൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കുന്നതിൽ കാര്യമില്ല. നമുക്കിങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. നാലാമത്തെ കാര്യം, മുലപ്പാൽ നല്ലൊരു ഹോം റെമഡിയാണ്. അതായത് മുലക്കണ്ണുകൾ പൊട്ടുകയാണെങ്കിൽ അതിനൊരു റെമഡിയായിട്ട് തേക്കാം. അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ കുരുക്കൾ, റാഷസ് ഒക്കെ വരികയാണെങ്കിൽ മുലപ്പാൽ തേക്കുമ്പോൾ അതും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും മുലപ്പാൽ ഒരു റെമഡിയായിട്ട് യൂസ് ചെയ്യാം. അഞ്ചാമത്തെ കാര്യം, കുഞ്ഞ് കരയുന്നത് പലപ്പോഴും ഓക്കെ ആണെന്നുള്ളതാണ്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ വെറുതെ കരയാറുണ്ട്. അതായത് ഒരു കാരണവുമില്ലാതെ അവരുടെ നാപ്പീസ് നനഞ്ഞിട്ടുണ്ടാവില്ല, അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം ഉണ്ടാവില്ല, വയറുവേദന ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടാവില്ല. അങ്ങനെ ഒരു റീസണും ഇല്ലാതെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വെറുതെ കരയാറുണ്ട്. അതിന് ചിലപ്പോൾ പർപ്പിൾ ക്രയിങ് എന്നാണ് പറയുന്നത്. അതായത് ഒരു 6 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കിത് കൂടുതലായിട്ട് കാണുന്നു. കുട്ടി വെറുതെ ചിലപ്പോൾ ഓവർ ടയേർഡ് ആവുന്നതുകൊണ്ടോ ബോറടിക്കുന്നതുകൊണ്ടോ ഒക്കെ വെറുതെ വല്ലാതെ കരയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കുഞ്ഞ് കരയുകയാണെങ്കിൽ വല്ലാതെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആറാമത്തെ കാര്യം, ഡേയ്സ് ഒക്കെ വളരെ ഷോർട്ടായിട്ടും അതുപോലെ തന്നെ നൈറ്റ് ടൈം വളരെ ലോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സാധാരണ നമുക്ക് അങ്ങനെയല്ലല്ലോ. എന്നാൽ അമ്മമാരായി കഴിയുമ്പോൾ നമ്മുടെ ഡേയ്സ് ഒക്കെ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്യുക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പെട്ടെന്ന് അങ്ങ് പോകും. എന്നാൽ രാത്രി സമയത്ത് ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങത്തില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പലപ്പോഴും പാൽ കൊടുക്കാനൊക്കെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടില്ല. അപ്പോൾ രാത്രി സമയങ്ങൾ വളരെ ലോങ് ആയിട്ടും പെട്ടെന്ന് പോകാത്തതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ വളരെ ഡ്രൗസി ആയിട്ടും പകലൊക്കെ ഉറക്കം വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ കുഞ്ഞുവാവകളെ എങ്ങനെ നന്നായിട്ട് ഉറക്കാൻ പറ്റും,
അതുപോലെ രാത്രി അവർ കുറേ സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ ഒരുപാട് ടിപ്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. 7ാമത്തെ കാര്യം, കുഞ്ഞു വാവയുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി കുറേ സമയമെടുക്കും. അതായത് പല അമ്മമാരും വിചാരിക്കുന്നത് അവരാണ് കുഞ്ഞിനെ പ്രസവിച്ചത്, അതുകൊണ്ട് തന്നെ ഉണ്ടായി വരുമ്പോഴേ അവർക്ക് കുഞ്ഞിനെ മൊത്തത്തിൽ മനസ്സിലാകും, കുഞ്ഞിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും പിടികിട്ടും, കുഞ്ഞെന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുഞ്ഞുമായിട്ട് കുറേ സമയം ചിലവഴിക്കുകയും ചിലപ്പോൾ കുറച്ച് മാസങ്ങളാവുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ സ്വഭാവവും അവർ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അവർക്ക് എന്താവശ്യമാണുള്ളത്, അവരെന്തിനാണ് കരയുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. കുഞ്ഞുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. പല അമ്മമാരും ചിന്തിക്കുന്നത് കുഞ്ഞുണ്ടായി വരുമ്പോഴത്തേക്കും അവരെ ഒത്തിരി സ്നേഹിക്കാം, അതുപോലെ തന്നെ കുഞ്ഞാണ് അവരുടെ ലോകം എന്നൊക്കെയാണ്. പക്ഷേ ഉണ്ടായി കഴിയുമ്പോൾ അവർക്കതിന് പറ്റാറുമില്ല. അതിന് കാരണം അവരുടെ സ്ട്രെസ്ഫുള്ളായിട്ട് സിറ്റുവേഷനും ഹോർമോൺ ചേഞ്ചസും ഒക്കെയാണ്. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. 9ാമത്തെ കാര്യം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്മെല്ല് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാം. അതായത് നിങ്ങളെ വളരെയധികം വിയർപ്പ് മണക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അത് ഡെലിവറിക്ക് ശേഷം പല അമ്മമാർക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെയാണ്. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് അമ്മമാർക്ക് അതേ കാര്യങ്ങൾ തന്നെ തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല. മാത്രമല്ല ഇത് ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ആയിക്കോളും. 10ാമത്തെ കാര്യം, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ടോട്ടലായിട്ട് ചേഞ്ച് ആവും. പ്രഗ്നൻ്റ് ആയ സമയത്ത് നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഒരുപാട് അധികമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, പല പോർഷൻസ് ആയിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് വിശക്കും. അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നല്ല കലോറി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. 11ാമത്തെ കാര്യം, ഡെലിവറിക്ക് ശേഷം പലപ്പോഴും വയറുവേദന അനുഭവപ്പെട്ടേക്കാം. നമുക്ക് വജൈനൽ പെയിൻ ഉണ്ടാവും, അത് കാര്യം തന്നെ. പക്ഷേ വയറുവേദനയും എനിക്കും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് ചുരുങ്ങുന്ന സമയത്ത് നമുക്ക് വയറിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വേദനയൊക്കെ അനുഭവപ്പെടാം. അത് നോർമലാണ് കേട്ടോ. 12ാമത്തെ കാര്യം, പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ചില സിംറ്റംസ് ആണ് കേട്ടോ. അതായത് 4th ട്രൈമസ്റ്റർ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് സ്കിന്നൊക്കെ ചൊറിയുന്നത് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കഴുത്തിൻ്റെ ചുറ്റും പുറത്ത് ഒക്കെ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പല ഗർഭിണികൾക്കും ഇത് ഫീൽ ചെയ്യാറുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് കാരണവും അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കാരണമാണ് ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് പല അമ്മമാർക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് അവരെ തന്നെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു പ്രശ്നം. അതായത് അമ്മയായതിനു ശേഷം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നു ചേരും. അതുപോലെ തന്നെ പുതിയതായിട്ട് അമ്മയാവുന്നവർക്ക് ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസും പിന്നെ അവരുടെ അതുവരെയുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവുന്നതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു വിഷമം പല അമ്മമാർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾക്ക് മാത്രമല്ല. എൻ്റെ കുഞ്ഞുവാവിനെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഒക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു നല്ല അമ്മയാണോ, നല്ലൊരു അച്ഛനാണോ, അങ്ങനെയൊക്കെ ഒത്തിരി ഫീൽ ചെയ്യാനുള്ള കാര്യമുണ്ട്. പക്ഷേ നോ ഡൗട്ട് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ഇത് നോർമലായിട്ടുള്ള കാര്യമാണെന്ന് തിരിച്ചറിയുക. 14ാമത്തെ കാര്യം, പാരൻറ്റിംഗ് ഹുഡ് അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബായിട്ട് കണക്കാക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒത്തിരി നോക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സെൽഫ് കെയറിനും അതുപോലെ തന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള സമയം കണ്ടെത്തുക. എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് വളരെയധികം സ്ട്രെസ് അനുഭവിക്കാനും ബാലൻസ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മമാർ അവർക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം കണ്ടെത്തണം. 15ാമത്തെ കാര്യം,
പെൽവിക് ഫ്ലോർ മസിൽസ് മിക്ക അമ്മമാർക്കും ഡെലിവറിക്ക് ശേഷം വീക്കായിരിക്കും. അവർക്ക് ചിലപ്പോൾ മൂത്രം അറിയാതെ പോവുക, അതുപോലെ തന്നെ വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി എക്സസൈസ് തന്നെയാണ് റെമഡി. അപ്പോൾ അതൊക്കെ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ. അപ്പോൾ ഈ 15 കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതായിരിക്കും, എന്നാൽ ചിലത് അറിയാത്തതുമായിരിക്കും. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് ചിന്തിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.